പോകാൻ പോകുന്ന അഡ്വഞ്ചർ പാർക്കിലാണ്. ഹായ്, ഞങ്ങളിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ്. കൊറോണക്കിടയിലുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ്. എല്ലാവരും കണ്ട് അനുഗ്രഹിക്കണം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ആശ്രാമം മൈതാനത്തിന് സമീപത്താണ് അഡ്വഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പിക്നിക് വില്ലേജ് എന്ന പേരിലും അറിയപ്പെടുന്ന അഡ്വഞ്ചർ പാർക്ക് തുറന്നത് 1980-ലാണ്. അഷ്ടമുടി കായലിന്റെ തീരത്തായി 48 ഏക്കറിലായാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ കായലുകളിൽ വേമ്പനാട്ടുകായൽ കഴിഞ്ഞാൽ വലിപ്പം കൊണ്ട് രണ്ടാമതാണ് അഷ്ടമുടി കായൽ. കുടുംബത്തിനോടൊപ്പം ഏതാനും മണിക്കൂറുകൾ ചെലവഴിക്കാൻ പറ്റിയ കൊല്ലം ജില്ലയിലെ തന്നെ ബെസ്റ്റ് പ്ലേസാണ് അഡ്വഞ്ചർ പാർക്ക്. അത്യാവശ്യം തിരക്കുണ്ട്. പാർക്കിന് പുറത്തായി വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ പാർക്കിംഗ് ഫീ ഒന്നും അഡീഷണലായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള എൻട്രൻസ്. തൊട്ടടുത്തായി കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വരുന്ന സന്ദർശകർക്കായുള്ള മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പുതുക്കിയ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 24 രൂപയും കുട്ടികൾക്ക് 12 രൂപയുമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് സാനിറ്റൈസർ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് അകത്തോട്ട് കടത്തിവിടുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നാൽ നേരെ കാണുന്നതാണ് ബോട്ട് യാർഡ്. പാർക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം ബോട്ടിൽ കയറാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പാർക്കിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഗേറ്റ് ഇവിടെയാണ്. കുട്ടികൾക്കായുള്ള സ്ലൈഡ്, സ്വിങ്, സീസോ, മെറിഗോ റൗണ്ട് തുടങ്ങിയവ ഈ സൈഡിലായി കാണാം. ഇവിടെ 9ന്റെ ആകൃതിയിലുള്ള ഒരു ക്ലൈംബർ കാണാം. റോഷൻ അതിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി മനോഹരങ്ങളായിട്ടുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു ശില്പമാണ്. ഇതിന്റെ പേര് ട്രീ എന്നാണ്. ഇവിടെ വേറൊരു ശില്പം കൂടി നമുക്ക് കാണാം.
അഷ്ടമുടിക്കായലിന് അഭിമുഖമായി ഇതുപോലെയുള്ള നിരവധി പാർക്കിംഗ് ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കായലിൽ നിന്നുള്ള ഫ്രഷ് എയർ കിട്ടുന്ന ഒരു ഓക്സിജൻ ഹബ്ബ് തന്നെയാണ് ഈ പാർക്കിംഗ് ബെഞ്ചുകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇരുന്ന് ആടാവുന്ന നിരവധി ഊഞ്ഞാലകൾ ഈ സൈഡിലായി കാണാം. സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ബർമ ബ്രിഡ്ജ് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും. കേറണോ? മുള്ള കേറി വേണ്ട. അയ്യോ വേണ്ട. 15 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച 19ഓളം ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് ഇവിടെ കാണാം. വെയിലും മഴയും ഏറ്റാലും നശിക്കാത്ത രീതിയിലുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. അടുത്തതായി നമ്മൾ കയറാൻ പോകുന്നത് ഒരു സ്പീഡ് ബോട്ടിലാണ്. സ്പീഡ് ബോട്ട് കുറച്ച് സമയത്തിനകം സ്പീഡ് ബോട്ട് ഇവിടെ വരും. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഫാമിലിക്ക് 413 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇരുവശത്തും കണ്ടൽക്കാടുകൾ നിറഞ്ഞ അഷ്ടമുടിക്കായലിന്റെ ഭംഗി കണ്ടു തന്നെ അറിയേണ്ടതാണ്. വലുപ്പം കൊണ്ട് രണ്ടാമതാണെങ്കിലും ആഴം കൊണ്ട് സംസ്ഥാനത്ത് 1-ാം സ്ഥാനം അഷ്ടമുടിക്കായലിന് തന്നെയാണ്. 8 ശാഖകൾ അഥവാ കൈവഴികൾ ഉള്ള കായലായതിനാലാണ് അഷ്ടമുടി എന്ന പേര് ഈ കായലിന് വന്നത്. 10 മിനിറ്റാണ് ബോട്ട് യാത്രയ്ക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ഞങ്ങളുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിനോട് ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി തിരുമുല്ലവാരം ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചന്ദ്രൻപിള്ള ഹോട്ടലിലാണ്. തിരുമുല്ലവാരം ബീച്ചിനടുത്തുള്ള ചന്ദ്രൻപിള്ള ഹോട്ടലിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഉച്ചഭക്ഷണം ഇന്ന് ഇവിടെയാണ്. ഹോട്ടലിന് ഓപ്പോസിറ്റായി വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. നല്ല ടേസ്റ്റി സീ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. ഫാമിലിയോടൊപ്പം കൊല്ലത്ത് വന്നാൽ ഉച്ചഭക്ഷണത്തിനായി ഈ ഹോട്ടലാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കൊഞ്ചും ഞണ്ട് കറിയും എത്തിയിട്ടുണ്ട്. പേരറിയാത്ത ഒരു ഫിഷ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ എത്തും. വയറ് നിറയെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചന്ദ്രൻപിള്ള ഹോട്ടലിലേക്ക് വരാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.